വെൽക്കം ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 11ാമത്തെ ചാപ്റ്റർ ഞങ്ങളെ ലെറ്റർ മാത്ത് അല്ലെങ്കിൽ അക്ഷരക്കണക്ക് എന്ന് പറയുന്നത്. അതിലെ പേജ് നമ്പർ 173 രണ്ടാമത്തെ കണക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ പാഠത്തിൻ്റെ ആദ്യത്തെ 4 പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ടെന്നാണ് കമൻറ്റ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും കമൻറ്റിന് ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. കാരണം ഏറ്റവും കൊച്ചു പിള്ളേർ പഠിക്കത്തക്ക രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് അല്ലേ. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേജ് നമ്പർ 173 രണ്ടാമത്തെ കണക്കാവും നിങ്ങൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് നോക്കിയേ. വി ക്യാൻ മേക്ക് മാച്ചിസ്റ്റിക് സ്ക്വയർ ലൈക്ക് ദീസ് ആൾസോ. തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ച് ഇങ്ങനെയും സമചതുരങ്ങൾ ഉണ്ടാക്കാം. നമ്മൾ പല രീതിയിൽ നമ്മൾ പഠിച്ചു അല്ലേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര തീപ്പെട്ടിക്കൊള്ളികളുണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലേ. 4 തീപ്പെട്ടിക്കൊള്ളി വെച്ചപ്പോഴാണ് അവിടെ ഒരേപോലെയുള്ള 4 തീപ്പെട്ടിക്കൊള്ളി വെച്ചപ്പോൾ ഇവിടെ എന്തായി? ഒരു സ്ക്വയറായി അല്ലേ, സമചതുരമായി. ഇവിടെ നോക്കിക്കേ, അതുപോലെ 2 സ്ക്വയറുകളുണ്ട്. ഇവിടെയോ 3 എണ്ണം. അടുത്ത അപ്പം 4 എണ്ണം അങ്ങനെ പോകും അല്ലേ. ഇതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. റൈറ്റ് ആസ് എ ടേബിൾ the number of squares and the number of matchsticks needed to make a square like this and find the relation between these numbers. ഇങ്ങനെ സമചതുരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സമചതുരങ്ങളുടെ എണ്ണവും നമ്മളിങ്ങനെ 4 എണ്ണം വെച്ചൊരെണ്ണം പണിഞ്ഞു അല്ലേ. അടുത്തത് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കുന്നില്ലേ. ഇങ്ങനെ കിട്ടുന്ന സമചതുരങ്ങളുടെ എണ്ണവും അതിനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന തീപ്പെട്ടിക്കോലുകളുടെ എണ്ണവും ഒരു പട്ടികയായിട്ട് നമ്മളൊന്ന് എഴുതി അവ തമ്മിലുള്ള ബന്ധം നമ്മളോടൊന്ന് എഴുതാനാണ്. റിലേഷൻ എന്താണ്, അവർ തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ നിങ്ങളെ. ചോദ്യം മനസ്സിലായോ? ചോദ്യം ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കണേ. നമുക്ക് ഇങ്ങനെ സമചതുരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇവിടെ നമ്മൾ 4 തീപ്പെട്ടിക്കൊള്ളികൾ വെച്ചിട്ട് ഒരെണ്ണം ഉണ്ടാക്കി. അടുത്ത നോക്കിക്കേ, അടുത്തത് നമ്മൾ 4, 3, 7 എണ്ണം വെച്ചാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മളിത് നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇനി അതോടെ പറഞ്ഞാൽ അത്രയും സമയം പോവും. അപ്പം നമ്മൾ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന സമചതുരങ്ങളുടെ എണ്ണവും ഇതിനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന തീപ്പെട്ടിക്കോലുകളുടെ എണ്ണവും ഒരു പട്ടികയായിട്ട് എഴുതി അവ തമ്മിലുള്ള ബന്ധം ഒന്ന് എഴുതാനാവും നിങ്ങളെ പറയുന്നത്. ഇതിനൊരു എളുപ്പവഴിയുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഒരൊറ്റ ഇക്വേഷൻ, അതായത് 2ന്റെ ഒന്നാമത്തെ ചോദ്യമാണ്. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. 3 ഇൻറ്റു കേട്ടോ എത്ര സ്ക്വയർ, നമുക്ക് എത്ര സ്ക്വയറാണ് ഇവിടെ നോക്കിയാൽ 1, ഇവിടെ നോക്കിയാൽ 2, ഇവിടെ എത്ര 3, ഇങ്ങനെ പോകത്തില്ലേ. അങ്ങനെ എത്ര സ്ക്വയർ എന്നുള്ളത് കേട്ടോ. സ്ക്വയറിന് നമ്മളവിടെ എസ് എന്നുള്ള അക്ഷരം വെച്ച് എഴുതിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എളുപ്പമാണ്. എസ് സ്ക്വയറിൻ്റെ ആണ് എസ് കേട്ടോ. പ്ലസ് 1. ഈ ഒരു ഇക്വേഷൻ പഠിക്കാമെങ്കിലേ നിങ്ങൾക്ക് ഇത് എളുപ്പം ചെയ്യാനൊരു എളുപ്പ വഴിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ഈ ഒരെണ്ണം ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഇത് ചെയ്യാൻ പറ്റും. മനസ്സിലാക്കണേ നിങ്ങളെ. ഒന്നാമത്തെ ചോദ്യം, നമുക്കിപ്പോൾ ഈ സ്ക്വയറുകൾ തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ. ആ ബന്ധം അല്ലെ റിലേഷൻസ്, തീപ്പെട്ടിക്കോലുകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പം നിങ്ങൾ ഇതങ്ങ് പഠിക്കുക. ഇതെന്തുവാന്ന് ചോദിക്കട്ടെ. നമുക്കിവിടെ നോക്ക്. ഇവിടെ ഒരു സ്ക്വയർ അല്ലേ തന്നേക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ഒരു സ്ക്വയർ തന്നെ ഞാനിങ്ങനെ കാണിക്കാം. 1 ഉണ്ട്, ഒരു സ്ക്വയറാണ് തന്നേക്കുന്നത്. നിങ്ങളിങ്ങനെ വരയ്ക്കൊന്നും വേണ്ട, മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞതാണ്. ഒരു സ്ക്വയർ ആയപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നോക്കിയേ. 3 ഇൻറ്റു എത്ര സ്ക്വയറാണ്? ഒരു സ്ക്വയർ. അപ്പോൾ 1 ഇട്ടാൽ മതി കേട്ടോ. പ്ലസ് 1 ഈസിക്കൽ ടു എത്ര? 3 ഇൻറ്റു 1 3 ആണ് അല്ലേ. ഞാൻ വേണമെങ്കിൽ എഴുതാം. 3 പ്ലസ് 1 ഈസിക്കൽ ടു എത്ര വന്ന്? 4. മനസ്സിലായോ? അപ്പോൾ അവിടെ എത്ര തീപ്പെട്ടിക്കൊള്ളി വന്ന് നോക്കിയേ. 1, 2, 3, 4. മനസ്സിലായോ? ഇപ്പോൾ എളുപ്പമല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ 2 സ്ക്വയർ അവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാം വരച്ച് കാണിക്കത്തില്ല, നിങ്ങളങ്ങ് മനസ്സിലാക്കേണ്ട. ഇവിടെ 1, അതിനോട് ചേർന്ന് ഇവിടെ 1. ഇതിനകത്തിൽ എത്ര എണ്ണം വന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കിക്കേ എങ്ങനെ എഴുതും. 3 ഇൻറ്റു എസ് പ്ലസ് 1. അപ്പം നമ്മൾ 3 ഇൻറ്റു എസ് പ്ലസ് 1. ഇവിടെ എത്ര സ്ക്വയർ ഉണ്ടോ നിങ്ങളെ നോക്കിയേ. 1, 2. അപ്പോൾ 3 ഇൻറ്റു 2 പ്ലസ് 1. 3 ഇൻറ്റു 2 6 പ്ലസ് 1 ഈസിക്കൽ ടു 7. 7 തീപ്പെട്ടിക്കൊല്ലി ഇവിടെ വരുമെന്നോ നോക്കിയേ. 1, 2, 3, 4, 5, 6, 7. കണ്ടോ 7 എണ്ണം. മനസ്സിലായോ? ഇത് നിങ്ങളോട് ചോദിച്ച എന്താണ്? ഇത് തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണം ഒരു പട്ടികയായിട്ട് നമ്മളോടൊന്ന് എഴുതാനാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ 3 എണ്ണം അല്ലേ. 3 എണ്ണം നമുക്കൊന്ന് നോക്കാം. 1, 2,
3. നിങ്ങൾ കറക്റ്റായിട്ട് സ്കെയിലും പെൻസിലും ഉപയോഗിക്കണം കേട്ടോ. ഇനി നമ്മൾ എന്ത് എഴുതണം? 3 എണ്ണം ആയപ്പം 3 ഇൻറ്റു എസ് പ്ലസ്, ഇത് ഞാൻ വീണ്ടും എഴുതുന്നത് എന്താണെന്നറിയോ? അപ്പം നിങ്ങൾക്ക് ഓർമ്മ വരും പെട്ടെന്നേ കേട്ടോ. 3 ഇൻറ്റു എസ് എന്ന് വെച്ചാൽ സ്ക്വയർ. എത്ര സ്ക്വയർ ഉണ്ട്? 1, 2, 3 സ്ക്വയർ. അപ്പം 3 പ്ലസ് 1. 3 ഇൻറ്റു 3 9 പ്ലസ് 1 ഈസിക്കൽ ടു 10 തീപ്പെട്ടിക്കൊള്ളി ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കണ്ടോ? മനസ്സിലായോ? ഞാൻ ഒരെണ്ണം കൂടി എഴുതാം നിങ്ങളെ. 3 4 എണ്ണം വെച്ച് ഒന്ന് നോക്കാം. 1, 2, 3, 4. എങ്ങനെ എഴുതും? 3 ഇൻറ്റു എസ് പ്ലസ് 1. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 സ്ക്വയർ. അപ്പം 3 ഇൻറ്റു 4 പ്ലസ് 1 12 പ്ലസ് 1 ഈസിക്കൽ ടു 13. ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇതെല്ലാം എളുപ്പവഴി വെച്ചാൽ ഞാൻ പറയുന്നത്. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കത്തൊന്നുമില്ല. മോഡൽ മനസ്സിലാക്കാൻ ഇപ്പോൾ നമ്മളോട് ചോദിക്കുവാണ്, എന്താ നമുക്കൊരു 5 സ്ക്വയർ തന്നിട്ട് നിങ്ങളോട് ഇത് പട്ടിക രൂപത്തിൽ അല്ലേ, തീപ്പെട്ടിക്കോലുടെ എണ്ണം ഒരു പട്ടികയായിട്ട് എഴുതുക, ഇവ തമ്മിലുള്ള ബന്ധം ഒന്ന് എഴുതാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ, അപ്പം നമുക്ക് എന്താ ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് എഴുതിക്കൂടായോ കേട്ടോ? മനസ്സിലായോ? ഒന്നാമത്തെ. ഇനി നമുക്ക് രണ്ടാമത്തെ എഴുതാം. ഓക്കെ ആണോ? അടുത്ത രണ്ടാമത്തെ നോക്കിയോ നിങ്ങളെ. എക്സ്പ്ലെയിൻ ദീസ് റിലേഷൻസ് ബൈ ഡ്രോയിങ് പിക്ചർ ഷോയിങ് ഹൗ ദ സ്ക്വയർ ആർ മെയ്ഡ്. എന്ന് വെച്ചാൽ നമ്മളിവിടെ സമചതുരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയുടെ ചിത്രങ്ങൾ വരച്ചിട്ട് ഈ ബന്ധം ഒന്ന് വിശദീകരിക്കാൻ ചോദിച്ചേക്കുക. നമുക്ക് ഒന്നുകിൽ ഇതിപ്പം 1 നിങ്ങൾ നല്ലപോലെ ഓരോ സ്ക്വയർ വരയ്ക്കണം കേട്ടോ. ഓരോ സെൻറ്റിമീറ്ററൊക്കെ എടുത്തിട്ട് നല്ലപോലെ വരയ്ക്കണം. അടുത്ത നോക്കിക്കേ, ഇവിടെ 2 അല്ലേ. അടുത്തതോ ഇതുപോലെ വരച്ച് ബന്ധം എഴുതാനോ ചോദിച്ചേ. പിന്നെന്താ? ഇങ്ങനെ ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. 3, പിന്നെ 2, 3, 4 ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇപ്പം 1 ഇത് മേപ്പോട്ട് വരച്ചുകൂടായോ നിങ്ങളെ? ഇങ്ങനെ വരച്ചുകൂടായോ? കാരണം എന്താ? സ്ക്വയറാ അല്ലേ. അടുത്തതോ ഇപ്പം ഇങ്ങനെ വരച്ചിട്ട്, അടുത്തതുണ്ട് അതിനോട് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചുകൂടായോ ഇല്ലേ? എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. നിങ്ങളിനി എങ്ങനെ വേണമെങ്കിലും, കാരണം എന്താ? സ്ക്വയർ അല്ലേ. 1, 2, 3 കേട്ടോ. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇവിടെ ഇങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. കണ്ടോ? മനസ്സിലായോ? ഇവിടെ 1, ഇത് നോക്കിയേ 1, 2, ഇത് നോക്കിയേ 1, 2, 3, ഇത് 1, 2, 3, 4 കണ്ടോ? ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞേക്കുക കേട്ടോ. അതിൻ്റെ അടുത്ത് കിടക്കുന്ന ആ സ്ക്വയറും എന്ത് തന്നെ ആയിരിക്കും നോക്കി, അതേപോലെ നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ. തീപ്പെട്ടിക്കൊള്ളി അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ അടുത്തടുത്ത് കണ്ടോ വരുന്നത് കണ്ടോ? ഇങ്ങനെ അങ്ങ് കാണിച്ചാൽ മതി കേട്ടോ. മനസ്സിലായോ? ഇത് വരയ്ക്കാനാണോ ഡ്രോയിങ് പിക്ചർ കേട്ടോ. അടുത്തത് റൈറ്റ് ദീസ് റിലേഷൻസ് ഡിനോട്ടിങ് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ബൈ എസ് ആൻഡ് ദ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് യൂസ്ഡ് ബൈ എം. സമചതുരങ്ങളുടെ എന്തോത്തിൻ്റെയാണ്? സ്ക്വയറിൻ്റെ സമചതുരങ്ങളുടെ, നല്ലപോലെ മനസ്സിലാക്കണം നിങ്ങളെ. മൂന്നാമത്തെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മൂന്നാമത്തെ സമചതുരങ്ങളുടെ എണ്ണത്തെ നല്ലപോലെ നോക്കണം. സമചതുരങ്ങളുടെ എണ്ണത്തെയാണ് സമചതുരങ്ങളുടെ, അതൊന്ന് നോക്കട്ടെ എഴുതി കാണിക്കാമേ. ചതുരങ്ങളുടെ എണ്ണം, സമചതുരങ്ങളുടെ എണ്ണത്തെ എസ് എന്നും സമചതുരങ്ങളുടെ എണ്ണത്തെ സ്ക്വയറുകൾ കേട്ടോ, സ്ക്വയർ എന്നുള്ളതിൻ്റെ എസ്, നമ്പർ ഓഫ് സ്ക്വയർ എന്ന് കൊടുക്കാം. നമ്പർ ഓഫ് സ്ക്വയർ അല്ലേ, അതിനെ നമ്മൾ ഏത് പേരില്ല? സ്ക്വയറിൻ്റെ എസ് അല്ലേ, എസ്. പിന്നെയോ ഉപയോഗിച്ച തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം, തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം അല്ലേ. ഇവിടെ എന്താ? നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് അല്ലേ, മാച്ച് സ്റ്റിക്കിൻ്റെ എണ്ണം എങ്ങനെയാണ് അറിയുന്നത്? MATCHSTICK എന്ന് തന്നെ അല്ലേ. ഇപ്പോൾ താഴെ കമൻറ്റ് വരും, മാച്ച് സ്റ്റിക്ക് സ്പെല്ലിങ് തെറ്റ് മാച്ചല്ലേ. നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് എത്ര പറഞ്ഞില്ലേ? അതിനെ നമ്മൾ ഏത് പേരിലാണ് കൊടുക്കാൻ പറഞ്ഞത്? എം എന്നും കൊടുക്കുക. കണ്ടോ? അങ്ങനെയാണെങ്കിൽ
ഇതിൻ്റെ ബന്ധം നമ്മൾ എങ്ങനെ എഴുതുമെന്നാ കേട്ടോ, മൂന്നാമത്തെ ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബന്ധം നമുക്ക് എങ്ങനെ എഴുതാവുന്നത്? ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മൾ പറഞ്ഞതാണ് മാച്ച് സ്റ്റിക്കിൻ്റെ എണ്ണം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞതാ അല്ലേ, എം ഇൻറ്റു അല്ലേ എസ് പ്ലസ് 1 എന്ന് ഇപ്പം നമ്മൾ അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ പഠിച്ചതാ, ഓർമ്മയുണ്ടോ? എന്താ കുഞ്ഞുങ്ങളെ, മാച്ച് സ്റ്റിക്കിൻ്റെ എണ്ണം നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞതാ, ഇപ്പം നമ്മൾ ചെയ്തതാ. അതായത് ഇപ്പം എന്താ തീപ്പെട്ടി കൊള്ളിയുടെ എണ്ണം, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കുഞ്ഞുങ്ങളെ. തീപ്പെട്ടി കൊള്ളികളുടെ എണ്ണം 7 എന്ന് എഴുതോട്ടെ. മുമ്പ് നമ്മൾ ചെയ്ത് കുറേ കിട്ടിയതാ അല്ലേ. എം ഈസിക്കൽ ടു 7 വിചാരിച്ചോ. എം എന്ന് വെച്ചാൽ ഇവിടെ എന്താ, തീപ്പെട്ടിക്കൊള്ളികളുടെ എക്സാമ്പിൾ കേട്ടോ. കണക്കെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മാച്ച് സ്റ്റിക്ക് അല്ലേ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം അല്ലേ 7 ആകുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര സ്ക്വയർ എന്നൊക്കെ വരുമെന്ന് നമുക്കറിയാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഇപ്പം എം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ, 3 ഇൻറ്റു മുമ്പ് നമ്മൾ ചെയ്തതാ അല്ലേ 2 + 1 ആണെന്ന്. ഇപ്പം നമ്മൾ അങ്ങോട്ട് ചെയ്തേ ഉള്ളൂ, ഇപ്പുറത്തെ പേജ് കണ്ട് ചെയ്തേ ഉള്ളൂ. 7 എന്ന് പറയുന്നത് 3 ഇൻറ്റു 2 + 1 ആണ് അല്ലേ, ഇല്ലയോ? അപ്പം ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതേ നമുക്ക് ആ എം എന്ന് വെച്ചാൽ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു 2 + 1 ആണ്. 2 ഇൻറ്റു 3 6 + 1 7 ആണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അറിയാൻ വേണ്ടിയാണ് പറഞ്ഞത് കേട്ടോ. ഇതിനെ നമുക്ക് ചോദ്യം എന്തായിരുന്നു, സമചതുരങ്ങൾ ഉണ്ടാക്കുന്ന രീതി. അത് നമ്മൾ പറഞ്ഞു സമചതുരങ്ങളുടെ എണ്ണത്തിനെ എസ് എന്നും, എസ് മീൻസ് സമചതുരങ്ങളുടെ എണ്ണം, സ്ക്വയർ എന്ന് ഓർത്താൽ മതി കുഞ്ഞുങ്ങളെ. സ്ക്വയർ സമചതുരങ്ങളുടെ എണ്ണം. തീപ്പെട്ടിക്കോലുകളുടെ എണ്ണത്തിനെ നമ്മൾ എമ്മും എന്നെടുത്താൽ ഈ ബന്ധത്തിനെ നമുക്ക് എങ്ങനെ എഴുതാവും? മനസ്സിലായോ? ഇങ്ങനെ തന്നെ എഴുതി പഠിക്കണം കേട്ടോ. മൂന്നാമത്തെയാണ് എസ് എന്തോന്നറിയാം, സ്ക്വയറുകളുടെ എണ്ണം. 3 നമ്മൾ ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചാൽ മതി, അപ്പം നമുക്ക് എഴുതാം. ഓക്കെ ആണോ? ഇനി അടുത്ത 4ാമത്തെ അവരുടെ ചോദ്യം നോക്കിയേ. 4ാമത്, വാട്ട് കൈൻഡ് ഓഫ് എ നമ്പർ ആർ എസ് ആൻഡ് എം ഇൻ ദീസ്? ഇവിടെ എസും എമ്മും ഏത് തരം സംഖ്യകളാണ്? എൻ്റെ കുഞ്ഞുങ്ങളെ, ഇതിനകത്തിൽ ഇവിടെ എസും എമ്മും എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? എണ്ണൽ സംഖ്യകളായിരിക്കും കേട്ടോ. എപ്പോഴും എന്താ, നമ്മൾ നേരത്തെയും പറഞ്ഞ, കഴിഞ്ഞ കണക്കിനകത്തിലും പറഞ്ഞ കേട്ടോ, എണ്ണൽ സംഖ്യകളായിരിക്കും. അതായത് എസ് ആൻഡ് എം ആർ എന്താ, നാച്ചുറൽ നമ്പർ ആയിരിക്കും. നാച്ചുറൽ നമ്പേഴ്സ് കേട്ടോ. എസും എമ്മും എന്താ എപ്പോഴും, കാരണം ഡിവിഷൻ വരത്തില്ല, ഡെസിമൽ വരത്തില്ല, ഫ്രാക്ഷൻ വരത്തില്ല കേട്ടോ. ഫ്രാക്ഷനിൽ വിട്ടൊന്നും ഇതിലെ കണക്ക് വരത്തില്ല. എപ്പോഴും എന്തായിരിക്കും? എണ്ണൽ സംഖ്യയായിരിക്കും ഇങ്ങനെയുള്ളതിൽ വരുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്തത് 5ാമത്തെ ചോദ്യം. ഓരോ ചോദ്യവും മനസ്സിലാക്കി പോണേ. 5ാമത്തെ ചോദ്യം നോക്കിയേ. ഇഫ് വി ടേക്ക് എ നമ്പർ വിച്ച് ലീവ്സ് എ റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3, ഹൗ ഡു വി കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സ്ക്വയർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ലൈക്ക് ദീസ് യൂസിങ് ദാറ്റ് മെനി മാച്ച് സ്റ്റിക്ക്? എന്ന് വെച്ചാൽ നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യ എടുത്താൽ അത്രയും തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് ഇതുപോലെ എത്ര സമചതുരങ്ങൾ നമുക്ക് ഉണ്ടാക്കാമെന്ന് കണക്കാക്കുന്നത് എങ്ങനെയാണ്? 3 കൊണ്ട് ഹരിക്കുമ്പം ശിഷ്ടം 1 അല്ലേ, റിമൈൻഡർ 1 വരണം. അങ്ങനെയുള്ള സംഖ്യ നമ്മൾ എടുത്താൽ റിമൈൻഡർ 1 വരണേ. അങ്ങനെയാണെങ്കിൽ എത്ര തീപ്പെട്ടിക്കൊള്ളികൾ കൊണ്ട് അല്ലെ തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് നമുക്ക് സമചതുരങ്ങൾ ഉണ്ടാക്കാമെന്ന് എങ്ങനെ കണക്കാക്കുമെന്ന കേട്ടോ. 5ാമത്തെ ചോദ്യം നിങ്ങളെ, നമ്മളിപ്പോൾ ഈ പഠിച്ച ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി. എം ഈസിക്കൽ ടു 3 എന്താ ഇൻറ്റു എസ് പ്ലസ് 1 എന്നുള്ള ഇക്വേഷൻ തന്നെ മതി കേട്ടോ. നമ്മളോട് ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ച് സ്റ്റിക്കുകളുടെ എണ്ണം ഉണ്ടെങ്കിൽ, തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതല്ല, സ്ക്വയറുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ കേട്ടോ, എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എസ് മീൻസ് എസ് എന്ന് വെച്ചാൽ ഓർത്തോണ്ടേ, നമ്മളിവിടെ സ്ക്വയർ എന്ന് ഓർത്താൽ മതി കേട്ടോ. സ്ക്വയർ, എത്ര സ്ക്വയർ എന്നുള്ളതാണ് കേട്ടോ. എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എസ് ആണ് അറിയാൻ വയ്യാത്തതെന്ന് വെച്ചോ. എസ് നമുക്കറിയത്തില്ല ഈ എസ്. അപ്പം നമ്മൾ എന്തോ ചെയ്യണം? ഇവിടെ എസ് കാണണമെന്നുണ്ടെങ്കിൽ, അതായത് എം ഈസിക്കൽ ടു, അതിനെ എങ്ങനെ എഴുതുമെന്ന് ഞാൻ കാണിക്കാം. അതായത് നമ്മൾ പറഞ്ഞു ഈ ഒരൊറ്റ ഇക്വേഷനാവും നിങ്ങൾ ഇതിനകത്തിലെല്ലാം. എം എന്ന് വെച്ചാൽ തീപ്പെട്ടിക്കൊള്ളിയാണ്. ഇത് കാണണമെങ്കിൽ 3 ഇൻറ്റു സ്ക്വയർ പ്ലസ് 1 ആണ്. നിങ്ങൾ ഏത് കണക്കെടുത്താലും നോക്കി ഈ ഒരു ഇക്വേഷനാണ് വന്നേക്കുന്നത്. ഇതറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്തിൽ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്.
മനസ്സിലായോ? സ്ക്വയർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഈ എം അല്ല ഇവിടെ കിടക്കുന്നത്, എം. അപ്പോൾ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ എം വേണ്ടേ, ഈ 3 ഇൻറ്റു എസ് അല്ലേ, 3 ഇൻറ്റു എസ് ആണ്. അതിനൊരു മാറ്റമില്ല. നമ്മൾ ഈ 3s ഉണ്ട്, ഇതിൻ്റെ ഇക്വേഷൻ കറക്റ്റ് എം ഈസിക്കൽ ടു 3s + 1 എന്നാണ് കേട്ടോ. ഞാനത് എപ്പോഴും എല്ലാവരുടെയും എടുത്തും ഈ 3s നിങ്ങൾ ഈ എഴുതുമ്പം കറക്റ്റ് ആവാത്തത് കൊണ്ട് 3 ഇൻറ്റു എസ് 3 ഇൻറ്റു എസ് എന്ന് പറയുന്നെങ്കിലും കറക്റ്റ് ഇങ്ങനെ തന്നെ പറയാവൂ കേട്ടോ. എം ഈസിക്കൽ ടു 3s + 1 എന്നാണ് കേട്ടോ. പക്ഷേ എല്ലായിടും ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? 3യുടെ കൂടെ നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, 3 അല്ലെങ്കിൽ 35 ആവും. ചിലവരുടെ പേപ്പറിൽ അത് 35 ആയി അല്ലേ, 36, ഏതൊക്കെ ഈ എസ് കിടക്കുന്നതെന്നറിയോ? അപ്പോൾ 3 ഇൻറ്റു എസ് എന്ന് പഠിക്കാനാണ് കുറച്ചുകൂടി എളുപ്പമെന്ന് വിചാരിച്ചാൽ ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ എസ് 3 ഇൻറ്റു എസ് എന്ന് വെച്ചാൽ 3s ആണ് കേട്ടോ, അത് ഓർത്തോണേ. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ എങ്ങനെയായിരിക്കും നിങ്ങൾ? എം ഈസിക്കൽ ടു 3s + 1 എന്നാണ്. അപ്പം നമുക്ക് എസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, ഇവിടെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ എങ്ങനെ എഴുതുമെന്നാ? എം ഓൾറെഡി ഇവിടെ ഉണ്ട്, ഈക്വലിന് ഇപ്പുറത്ത് എം. ഈ +1നെ ഒന്നുകൂടി എഴുതി കാണിക്കാം. എം ഈസിക്കൽ ടു 3s + 1 എന്നാണ് ആണല്ലോ. അപ്പോൾ നമ്മൾ എം ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്, എം സമത്തിന് ഈക്വലിന് ഇപ്പുറം തന്നെ കിടപ്പുണ്ട്. ഇനി ഈക്വലിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഈ +1നെ ഓർത്തോണേ നിങ്ങൾ, ഈ +1നെ ഇങ്ങി പൊക്കി എടുത്തുകൊണ്ട് വരുന്നത്, അതായത് ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ +1 അങ്ങ് -1 ആവും കേട്ടോ. ഓർത്തോണേ ഈസിക്കൽ ടു 3s ആയി. കാരണം നമ്മൾ സ്ക്വയറിൻ്റെ എണ്ണം അറിയാൻ വേണ്ടിയാണ്. സ്ക്വയർ എത്ര ഉണ്ടെന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ, എസ് കണ്ടുപിടിക്കുവാന്നേ കേട്ടോ. എസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ m-1 ഈസിക്കൽ ടു 3s ആണെങ്കിൽ എസ് ഈസിക്കൽ ടു ഈ m-1 ബൈ എന്താ 3 എന്നാവും. ഈ 3 അങ്ങ് ഡിവിഷൻ ആവും. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അല്ല മനസ്സിലായോ? അതോ പുകഞ്ഞു പോയോ? മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയണോ? എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മൾ തുടക്കം മുതൽ ഈ ഒരു ഇക്വേഷനാണ് അല്ലേ. ഏതാ? എം ഈസിക്കൽ ടു 3s + 1 എന്നുള്ള ഇക്വേഷനാണ്. നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും 3 ഇൻറ്റു എസ് + 1 എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി നമുക്കറിയാം എം എന്ന് വെച്ചാൽ തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണമാണ്. തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണം ഈസിക്കൽ ടു 3 ഇൻറ്റു എത്ര സ്ക്വയർ +1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ ആ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ, സ്ക്വയർ ആണ് കണ്ടുപിടിക്കുന്നതുണ്ടെങ്കിൽ ഈ എം തന്നെയാണ്. ഈ +1 ഈക്വലിന്, ഇതൊക്കെ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുമെന്ന് എനിക്കറിയാം. ഈക്വലിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന +1 ഈക്വലിൻ്റെ ഇപ്പുറത്ത് വലത്ത് കിടക്കുന്ന ആളിന്, ഇത് രണ്ടും 2 വീട്ടിലാണ്. ഇത് ഈക്വലിൻ്റെ ഇപ്പുറത്തെ വീട്ടിലും ഇത് ഈക്വലിൻ്റെ അപ്പുറത്തെ വീട്ടിലും. അപ്പുറത്തെ വീട്ടിൽ കിടക്കുന്ന +1നെ പൊക്കിയെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ +1 അങ്ങ് -1 ആയിട്ട് മാറി കേട്ടോ. ഈസിക്കൽ ടു ഈ 3s അതുപോലെ തന്നെ. ആ 3sന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഈ 3s എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 3 ഇൻറ്റു എസ് ആണ്. അപ്പോൾ ഈ m-1 എന്ന് പറഞ്ഞാൽ, ഇനി ഓർത്തോണേ, m-1 എന്ന് പറഞ്ഞാൽ 3s ആണെന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m-1 ബൈ 3 ആണ് കേട്ടോ. ഇത് കാണാതെ അങ്ങ് പഠിക്കണം. സ്ക്വയർ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ. നമ്മൾ ആദ്യ തൊട്ടേ പഠിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഏതാ? മാച്ച് സ്റ്റിക്കിൻ്റെ എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും? ഓക്കെ ആണോ? അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം. നമ്മളോട് അടുത്ത ഒരു ചോദ്യം, 6ാമത്തെ ചോദ്യം അതുപോലെ ഒരെണ്ണം നിങ്ങൾ ചോദിച്ചേക്കുന്നുണ്ടോ? റൈറ്റ് ദ കാൽക്കുലേഷൻ ആൾസോ യൂസ് ഇൻ ലെറ്റേഴ്സ്. ഈ കണക്ക് കൂട്ടൽ നിങ്ങൾ അക്ഷരങ്ങൾ ഉപയോഗിച്ചൊന്ന് എഴുതാൻ. അക്ഷരങ്ങൾ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്, അക്കങ്ങളല്ല, അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ എഴുതും? നമ്മളിപ്പോൾ പഠിച്ച തന്നെ എങ്ങനെ എഴുതിയാൽ മതി നിങ്ങളെ. എം എന്ന് വെച്ചാൽ എന്താ? മാച്ച് സ്റ്റിക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3n + 1 ആണ് അല്ലേ. n എന്ന് വെച്ചാൽ നമ്പർ അല്ലെ, 3s കേട്ടോ. 3s, n വേണ്ട, s ഇരുന്നോട്ടെ. 3s + 1 ആണ്. അപ്പം s ഈസിക്കൽ ടു എങ്ങനെ എഴുതും? m-1 ബൈ 3. അതാണ് ഇത്. നോക്കിയേ കണ്ടോ, ഇത് നമ്മൾ എന്താ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതുമെന്ന കേട്ടോ. ഇതിച്ചിരി ഒരിച്ചിരി നേരം മെനക്കെട്ടിരുന്ന് പഠിച്ചവർക്കേ മനസ്സിലാവും കേട്ടോ. നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, 6ാം ക്ലാസ് ആയതേ ഉള്ളൂ. ആൽജിബ്ര, ബീജഗണിതം ഒക്കെ നമ്മൾ പഠിച്ചപ്പോൾ അതിനകത്തിലും ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എം എന്ന് വെച്ചാൽ മാച്ച് സ്റ്റിക്ക് അല്ലേ, തീപ്പെട്ടിക്കൊള്ളുകളുടെ എണ്ണമാണെന്നും എസ് എന്ന് വെച്ചാൽ അത് സ്ക്വയറുകളുടെ എണ്ണമാണെന്നും അറിയുക. സ്ക്വയറുകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണെങ്കിൽ m-1 ബൈ 3 വെച്ച് ചെയ്യുക. ഇനി അതല്ല മാച്ച് സ്റ്റിക്കിൻ്റെ എണ്ണമാണ് അറിയണമെങ്കിൽ
3s + 1 വെച്ച് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം. നല്ലപോലെ മനസ്സിലാക്കണം കേട്ടോ. നോക്കൂ ഞങ്ങൾ ഇവിടെ ഈ ചോദ്യത്തിനകത്തില്ലേ ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇഫ് യു ടേക്ക് എ നമ്പർ വിച്ച് ലീവ്സ് എ റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അടുത്തത് പറയാം. അതായത് 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഒരു സംഖ്യ എടുത്താൽ അത്രയും തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് ഇതുപോലെ എത്ര സമചതുരം ഉണ്ടാക്കാമെന്നാണ് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ അല്ലേ, 5ാമത്തെ ഇക്വേഷൻ എഴുതിയത്. 3 കൊണ്ട് ഹരിച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 3 കൂടിയ സംഖ്യ ഏതാണ്? 4 ആണ് അല്ലേ. 3 കൊണ്ട് ഹരിക്കുക എന്നല്ലേ പറഞ്ഞത്. അപ്പം 3ൻ്റെ തൊട്ടടുത്ത സംഖ്യ 4. 4നെ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ 1 3 3 ശിഷ്ടം 1 വരും അല്ലേ. അങ്ങനല്ലേ. ഇനി 4ൻ്റെ കൂടെ 3 കൂടെ കൂട്ടി എത്ര? 7. ഈ 7നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തേ എത്ര? 2 3 6 ശിഷ്ടം 1 വന്നു കണ്ടോ. ഇനി 7ൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയേ അപ്പോൾ എത്ര? 10. 10നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 9 ശിഷ്ടം 1 കണ്ടല്ലോ. അതായത് നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന ഒരു സംഖ്യ നമ്മൾ എടുത്താൽ, ശിഷ്ടം നോക്കി ഇവിടെ എല്ലാം 1 വന്നില്ലേ, അങ്ങനെ എടുത്താൽ അത്രയും തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് ഇതുപോലെ അത്രയും ഇപ്പം ഇതിനകത്ത് നോക്കി എത്രയും അത് ഓരോന്നും വന്നിട്ടുണ്ടോ? ശിഷ്ടം 1 വന്നിട്ടുണ്ടോ? ഇതുപോലെ അത്രയും തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് ഇതുപോലെ എത്ര സമചതുരം ഉണ്ടാക്കാമെന്ന് കണക്കാക്കാനുള്ള ഇക്വേഷനാണ് നമ്മളീ പറഞ്ഞത് കേട്ടോ. എത്ര എണ്ണം പറ്റുമെന്ന്. അപ്പം എത്ര എണ്ണം പറ്റുമെന്ന് ചോദിക്കുക. ഇപ്പോൾ 10 തീപ്പെട്ടിക്കൊള്ളി വന്നെന്ന് വെച്ചോ, 10 എണ്ണം അല്ലേ. 10 എണ്ണം ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 3 × s + 1 എന്ന് വരും കേട്ടോ. മൊത്തം എത്ര നിങ്ങളെ തീപ്പെട്ടിക്കോലുകൾ 10 ആണ്. അപ്പോൾ നമ്മൾ എസ് കാണണമെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണം? എസ് കാണണമെങ്കിൽ എം ഈ 10 എന്ന് പറയുന്ന എം ആണേ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം. m - 1/3 ആണ് അല്ലേ. എം എന്ന് പറഞ്ഞാൽ എത്ര? 10 ആണ്. 10 - 1/3. 10ൽ നിന്ന് 1 പോയാൽ 9/3 = 3. 3 ത്രികോണം നമുക്ക് ത്രികോണമല്ല സ്ക്വയർ വരയ്ക്കാൻ പറ്റുമെന്ന് മനസ്സിലായോ? അതായത് നമ്മളോട് ചോദിച്ച 173 രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ 5ാമത്തെ ചോദ്യം ഇല്ലയോ. ഇത് എന്തുവാ ഇല്ലയോ ഈ പറയുന്നത്. അതായത് ദാണ്ട് ഈ ചോദ്യത്തിനകത്തിൽ നമുക്കൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിൻ്റെ ഇക്വേഷനിലോട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് കയറിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആലോചിച്ച ഈ ഇക്വേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ 3 കൊണ്ട് നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ 3 കൊണ്ട് ഹരിക്കുക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഫസ്റ്റ് 3 കൊണ്ട് ഹരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ വലിയ സംഖ്യയായ 4 എടുത്തു. ഇനി 4ൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയാൽ 7 എടുത്തു. 7ൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയാൽ 10 എടുത്തു. 10ൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയാൽ 13 എടുത്തു. 13ൻ്റെ കൂടെ 16 എടുത്തു. മനസ്സിലായോ? അങ്ങനെ 3 വീതം നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ. എന്നിട്ട് അതിനെല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. എല്ലാത്തിനെയും 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യണേ. 3 3 3 എല്ലാത്തിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നോക്കിയേ. 1 3 3 ശിഷ്ടം 1. 2 3 6 ശിഷ്ടം 1. 3 3 9 ശിഷ്ടം 1. 4 3 12 ശിഷ്ടം 1. 5 3 15 ശിഷ്ടം 1. ഓക്കെ. ഇവിടെ എല്ലാം എന്താ വന്നേ? ശിഷ്ടം എത്ര വന്നേ? 1 അല്ലേ വന്നേ. അപ്പം നമ്മൾ പറയുക എം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു തീപ്പെട്ടിക്കൊള്ളി. നിങ്ങൾ ഈ ക്ലൂ ഞാൻ എൻ്റെ ക്ലാസ് കണ്ടവർക്കറിയാം. ഇത് തീപ്പെട്ടിക്കൊള്ളിയാണ്. തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് 16 എണ്ണം ഞാൻ തരികയാണ്. നിങ്ങൾക്ക് തരിക 16 തീപ്പെട്ടിക്കൊള്ളി തന്നിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് എത്ര സ്ക്വയറുകൾ കണ്ടുപിടിക്കാൻ പറ്റും? ഇങ്ങനെ ആയിരിക്കും ചോദ്യം. മനസ്സിലായോ? 16 തീപ്പെട്ടിക്കൊള്ളികൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് എത്ര സ്ക്വയർ? അതിൻ്റെ എളുപ്പവഴിയാവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? m = 3s + 1 ആണ് അല്ലേ. 3s + 1 ആണ്. ഇപ്പം നമ്മളില്ലേ 3s എന്ന് വെച്ചാൽ 3 × s + 1. അപ്പം s = നമ്മൾ പഠിച്ചു m - 1/3 ആണെന്ന് നമ്മൾ പഠിച്ചു. m എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? m എന്ന് വെച്ചാൽ തീപ്പെട്ടിക്കൊള്ളി -1/3 എത്ര? 15/3 എത്ര? 5 സ്ക്വയർ നമുക്ക് പറ്റും. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും കിടന്ന് ഈ ഒരു കണക്ക് മൊത്തവും ചെയ്യുന്നത്. ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇതറിയാവുന്നവർക്കും ഈ 2 ഇക്വേഷൻ അറിയാവുന്നവർക്കും ഇത് പടപടാന്ന് ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ട്? മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഇനി 2 കണക്കും കൂടെ ഉണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയാൻ മനസ്സിലാവുന്നുണ്ടെങ്കിൽ കേട്ടോ. ഇനി 2 എണ്ണവും കൂടെ ആ ചാപ്റ്ററിനകത്തിലുണ്ട് കേട്ടോ. പറയണേ. ഓക്കെ കുഞ്ഞുങ്ങളെ. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണേ മനസ്സിലാവുന്നുണ്ടെങ്കിൽ കേട്ടോ. 2 നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ. താങ്ക് യു.